സഹോദരന്മാരെ, സൂറത്തുൽ കഹ്ഫാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 91 ആയത്ത് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് 92-ാമത്തെ ആയത്ത് മുതൽ 101-ാമത്തെ ആയത്ത് വരെയാണ്. കഴിഞ്ഞ ദിവസം സൂറത്തുൽ കഹ്ഫിലെ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രങ്ങളിൽ 4-ാമത്തെ ചരിത്രം ദുൽഖർനൈനി രാജാവിന്റെ റളിയല്ലാഹു അൻഹു അവരുടെ ചരിത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും അടക്കി ഭരിക്കാൻ ഭാഗ്യം ലഭിച്ച 4 രാജാക്കന്മാര്, അതിൽ 2 പേര് മുസ്ലിമീങ്ങളും 2 പേര് കാഫിരീങ്ങളുമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദുൽഖർനൈനി രാജാവ് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ, മഗ്രിബ് മുതൽ മശ്രിഖ് വരെ അവര് സഞ്ചരിച്ചു. അങ്ങനെ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ ചിലതൊക്കെ കണ്ടു. തിരിച്ച് സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തേക്ക് അവർ തിരിച്ചു വന്നു. അങ്ങനെ അവിടെയും പാവപ്പെട്ട വസ്ത്രം ധരിക്കാനില്ലാത്ത, വീടില്ലാത്ത, വെയില് ശരീരത്തെ തട്ടുന്നതിനെ തടയുന്ന ഒരു മറയുമില്ലാത്ത ചില വിഭാഗം ആളുകളെ കണ്ടു. എന്ന് പറഞ്ഞാൽ കാട്ടുജാതികളായ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അവർ ഈ ഇലയും മറ്റുമൊക്കെ വെച്ചിട്ടാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളും മറക്കുന്നത്. അങ്ങനെ പോലും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകൾ കിതാബുകളിൽ കാണാം. അവര് നല്ല ചൂടുള്ള സമയങ്ങളിൽ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഖബർ കുഴിക്കുമ്പോൾ കുഴി കുത്തുന്നത് പോലെ കുഴി കുത്തിയിട്ട് ആ കുഴിയിലേക്ക് ഇറങ്ങിയിരിക്കുമായിരുന്നു എന്ന് കാണാം. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ സൂര്യൻ ഉദിച്ചു വരുന്ന സ്ഥലത്ത് ദുൽഖർനൈനി രാജാവ് കണ്ടു. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞെത്തിയത്. സബബ, ഇനി വീണ്ടും അവിടെ നിന്ന് സഞ്ചരിക്കുകയാണ് മഹാനായ ദുൽഖർനൈനി രാജാവ്. ഈ മഗ്രിബ് മുതൽ മശ്രിഖ് വരെ എത്തിയത് 12 വർഷം കൊണ്ടാണെന്ന് തഫ്സീറിൽ കാണാം. വെറുതെ അങ്ങനെ ഓടിപ്പോവല്ല, ഇതൊരു ഓട്ടമത്സരമല്ല. രാജാവാണ്, അപ്പൊ എല്ലാ ഭാഗങ്ങളെയും കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ സമയമെടുക്കും. അങ്ങനെ ഇവിടെ നിന്ന് ഇനി സഞ്ചരിക്കുകയാണ്. സബബ, മഹാനായ ദുൽഖർനൈനി രാജാവ് അല്ലാഹു തആല അവർക്ക് കൊടുത്ത സംവിധാനങ്ങളെ ഉപയോഗിച്ച് അവര് വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ പോകുമ്പോൾ മഹാനവറുകൾ പിന്നീട് എത്തിച്ചേരുന്നത് 2 പർവ്വതങ്ങൾക്കിടയിലാണ്. ജബലാനി, 2 പർവ്വതങ്ങൾ. ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈനി വജദ മിൻ ദൂനിഹിമാ ഖൗമൻ ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ. മഹാനവറുകൾ സഞ്ചരിച്ചു. അങ്ങനെ ചെന്നെത്തുന്നത് 2 പർവ്വതങ്ങളുള്ള ഒരു സ്ഥലത്താണ്. ആ 2 പർവ്വതങ്ങൾ വലിയ പർവ്വതങ്ങളാണ്. ബിലാദ് തുർക്ക്, തുർക്കിയിലെ അതിർത്തി പങ്കിടുന്ന ഒരു ഭാഗമാണെന്ന് തഫ്സീറുകളിൽ കാണാം. അപ്പോ കടലുമായി ബന്ധപ്പെട്ട സ്ഥലത്ത്, മറ്റു ഉറുദു തഫ്സീറുകളിലൊക്കെ കടലിന്റെ ഭാഗമാണെന്നും പറയുന്നുണ്ട്. അപ്പൊ തുർക്കിയിലെ അതിർത്തി, പ്രബലമായ അഭിപ്രായം തുർക്കിയിലെ തഫ്സീറു ജലാലൈനിയൊക്കെ പറഞ്ഞ് തുർക്കിയിലെ അതിർത്തി പങ്കിടുന്ന ഭാഗമെന്നാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് വലിയ 2 പർവ്വതങ്ങളുടെ സമീപത്ത് എത്തി. വജദ മിൻ ദൂനിഹിമാ, ആ പർവ്വതങ്ങളുടെ മുമ്പിൽ മഹാനവറുകൾ ഒരു വിഭാഗം ആളുകളെ കാണും. ഖൗമൻ, ഒരു വിഭാഗം ആളുകളെ കാണുന്നു. ലാ യകാദൂന യഫ്ഖഹൂന ഖൗലാ, പല സ്ഥലത്തും പല ഭാഷയാണ്, സംസാരത്തിന്റെ ഭാഷ തിരിയുന്നില്ല. അങ്ങനെ അവര് പറയുന്നത് എന്താണെന്ന് പരിപൂർണമായി മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു വിഭാഗം ആളുകളെ ഈ പർവ്വതങ്ങളുടെ അടുത്ത് കാണാനിടയായി. എന്നാൽ അവരോട് ചില ആംഗ്യഭാഷയിലൂടെയും, മലയാളികൾ ബംഗാളിയോട് വർത്താനം പറയുന്നൊരു ശൈലിയുണ്ടല്ലോ അല്ലെ, ഹിന്ദി അറിയാത്ത ഒരാള്, ഉറുദു അറിയാത്ത ഒരാള്, ഒരു മലയാളി ഒരു ബംഗാളിയോട് വർത്താനം പറയുമ്പോൾ കൂടുതൽ ആക്ഷൻ ഉണ്ടാവുക.
അല്ലെ? ശരിക്കും ഭാഷ അറിയില്ലെങ്കിൽ കൂടുതൽ ആക്ഷനാണ് ഉണ്ടാകുക. എന്നാൽ ബംഗാളികൾക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ ഹിന്ദിക്കാർക്ക്. അവര് മലയാളിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്നറിയോ? ഞാൻ പറയുന്നത് എന്റെ എതിർവശത്തുള്ള സാമീൻ എന്നെ കേൾക്കുന്ന ആൾക്ക് എങ്ങനെയെങ്കിലൊക്കെ മനസ്സിലാക്കി കൊടുക്കണം എന്നൊരു ചിന്ത ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഏത് ഭാഷക്കാരനോട് വർത്താനം പറയുകയാണെങ്കിലും, ഒരു ഇംഗ്ലീഷുകാരനോടാണെങ്കിൽ അല്ലെങ്കിൽ ഹിന്ദിക്കാരനോട് വർത്താനം പറയുകയാണെങ്കിൽ കുറെയൊക്കെ ഹിന്ദിയൊക്കെ കൂട്ടാൻ നമ്മൾ ശ്രമിക്കും, അവന്റെ ഭാഷ കൂട്ടാൻ കുറച്ചൊക്കെ നമ്മൾ ശ്രമിക്കും. എന്നാൽ ഹിന്ദിക്കാരനോട് സംസാരിച്ച് അങ്ങനെയല്ല, അവൻ നമ്മളെ ഭാഷ കൂട്ടാനും ശ്രമിക്കൂല. അവന് നമ്മൾ തിരിയാതിരിക്കില്ല, അവന് പറയാനുള്ളത് മുഴുവനും അവൻ പറയും. നമ്മൾക്ക് മനസ്സിലാക്കി തരണം എന്നൊരു ചിന്ത ഒന്നും അവനക്ക് ഉണ്ടാവില്ല. എന്നതുപോലെ മഹാനായ ദുൽഖർനൈനി രാജാവ് ഈ ഒഴിഞ്ഞ ഈ സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോ പുതിയൊരു വിഭാഗം ആളുകൾ, അവരുടെ ഭാഷ ഒന്നും മനസ്സിലാക്കുന്നില്ല, എന്നാലും ഒപ്പിച്ച് കുറെ ആംഗ്യ ഭാഷകൾ കുറെ രീതിയിലൊക്കെ തിരിയുന്ന രീതിയിലൊക്കെ സംസാരം തുടങ്ങി. അപ്പൊ അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി വന്നത് ആരാണ്? വലിയ മഹാനാണ്, ദുൽഖർനൈനി രാജാവാണ് വന്നത് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞു, ഖാലൂ യാ ദുൽഖർനൈൻ ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള് ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. അവര് മഹാനായ ദുൽഖർനൈനി രാജാവിനോട് പറഞ്ഞു, ഖാലൂ യാ ദുൽഖർനൈൻ, അല്ലയോ ദുൽഖർനൈനി രാജാവേ, ഇന്ന യഅജൂജ വമഅജൂജ മുഫ്സിദൂന ഫിൽ അർള്, ഇവിടെ ഒരു ടീമുണ്ട്, യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അവരെ കൊണ്ട് ഞങ്ങളാകെ ഇടങ്ങാറായി നിൽക്കുകയാണ്. ഒരു വിഭാഗം, ഏതാണ് യഅജൂജ് മഅജൂജ്? ഇനി വരാനിരിക്കുന്ന ഖിയാമത്ത് നാളിൽ വരാനിരിക്കുന്ന യഅജൂജ് മഅജൂജിനെ പറ്റിയാണ് ഈ പറയുന്നത്. അവരിന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ഈ യഅജൂജ് മഅജൂജ് അവര് മുഫ്സിദൂന ഫിൽ അർള്, ഇവിടെ ഭൂമിയിൽ എല്ലാവർക്കും ഫസാദ് ഉണ്ടാക്കുകയാണ്. എല്ലായിടത്തും വന്നിട്ടും പ്രശ്നങ്ങളാണ്, എല്ലാവർക്കും ഞങ്ങൾക്ക് ജീവിക്കാൻ അവരെ കൊണ്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരുടെ പേരിൽ ഒരു തീരുമാനം എടുക്കാനാണ് ഈ നാട്ടുകാർ പറയുന്നത്. യഅജൂജ് മഅജൂജ് ആരാണ്? ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളെ പറഞ്ഞപ്പോൾ ആ യഅജൂജ് മഅജൂജിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരാണ് യഅജൂജ് മഅജൂജ്? ഉമ്മിൻ ദുർരിയത്തി ആദം അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളിൽപ്പെട്ടതാണ്, മനുഷ്യന്മാരാണ്. മാത്രമല്ല മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിൽപ്പെട്ടതാണ്. അങ്ങനെ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പോന്ന് അവരുടെ പരമ്പരയിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഈ പറയുന്ന യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗം. മഹാനായ ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഇത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളായി കഴിഞ്ഞാൽ അല്ലാഹു തആല വിളിച്ചു പറയും, ഓ ആദം നബിയെ, നിങ്ങളെ പരമ്പരയിൽ നിന്ന് മക്കളിൽ നിന്ന് നരകത്തിലേക്കുള്ള ആളുകളൊക്കെ ഇങ്ങ് വിളിക്ക്. ഫയഖൂലു യാ റബ്ബ്, പടച്ചവനെ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, പടച്ച റബ്ബേ, ആരാണ് എന്റെ മക്കളിൽ നിന്ന് നരകത്തിലേക്ക് പോകാനുള്ളവർ? അങ്ങനെ ഒരു വിഭാഗമുണ്ടോ? ഫയഖൂലു, അപ്പോൾ അവരോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയും, 1999 പേരും നരകത്തിലേക്ക്, വവാഹിദുൻ ഇലൽ ജന്ന, 1001 സ്വർഗത്തിലേക്കാണ്, ബാക്കിയുള്ളവർ നരകത്തിലേക്ക്. പടച്ചവനെ, അതാരാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വിളിച്ചു പറയും. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേട്ടിരിക്കുന്ന സ്വഹാബത്തിന്റെ ചോദ്യം, ഖാലു യാ റസൂലല്ലാഹ്, നബിയേ, അയ്യുനാ ദാലിക്കൽ വാഹിദ്, ആരാണ് നബിയെ ആ ഒരു വിഭാഗം ആളുകൾ? ഞങ്ങൾ അതിൽപ്പെട്ടോ? നരകത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കൂ, സന്തോഷവാർത്ത അറിയിക്കട്ടെ. ഫഇന്ന മിൻകും വാഹിദാ, നിങ്ങളാ ഒറ്റയാൾ എന്ന് പറഞ്ഞില്ലേ, സ്വർഗത്തിലേക്കുള്ള ഒരു വിഭാഗം എന്ന് പറഞ്ഞില്ലേ, അതിൽപ്പെട്ടവരാണ്. ബാക്കിയുള്ളത് യഅജൂജ് മഅജൂജ് ആണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആ യഅജൂജ് മഅജൂജിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. മാത്രമല്ല, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിലാണ് യഅജൂജ് മഅജൂജ് എന്ന് പറഞ്ഞില്ലേ,
യജൂജ് മഅജൂജ് ആരുടെ പരമ്പരയിലൂടെയാണ്? നൂഹ് നബിയുടെ ഏത് മക്കളിലൂടെയാണ് വന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 3 മക്കൾ, ഒന്ന് സാമ്, രണ്ടാമത്തത് ഹാമ്, മൂന്നാമത്തത് യാഫിസ്. ഇങ്ങനെ 3 മക്കളാണ്. 3 പേരെയും 3 വിഭാഗത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. സാമ് എന്ന് പറയുന്ന മകൻ അബുൽ അറബ്, അറബ് ലോകത്തിന്റെ ഉപ്പ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹാം എന്ന് പറയുന്ന മകൻ അബു സൗദാൻ, അബു സൗദാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ യാഫിസ് എന്ന് പറയുന്ന മകൻ അബു തുർക്ക്, തുർക്കിയുടെ പിതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫയജൂജ് വൽ മഅജൂജ് ത്വായിഫത്തും മിനത് തുർക്കി, തുർക്കിയിലുള്ള ഒരു വിഭാഗമാണ് യജൂജ് മഅജൂജ്. അതുകൊണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളിലെ യാഫിസ് എന്നവരുടെ പരമ്പരയിൽ പെട്ടവരാണ് യജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗം. ആ യജൂജ് മഅജൂജ് കുറെ കാലം മുമ്പേ ഉണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ ആ യജൂജ് മഅജൂജിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അവര് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പരമ്പരയിലുള്ളവരാണ് എന്ന്. എന്നാൽ അവർ എത്ര അധികം പെരുകിയിട്ട് ഇങ്ങോട്ട് എന്ത് പ്രസവിച്ച പോലെ എന്നാ പറയാ, അത്രയും അധികം പെരുകുന്ന പറഞ്ഞത്. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, ആ യജൂജ് മഅജൂജിൽ നിന്ന് ഒരാൾ ജനിച്ചാൽ 1000 മക്കൾ അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ഉണ്ടായിട്ട് ഒരാൾ മരിക്കുള്ളൂ. യജൂജ് മഅജൂജ് എന്ന് പറഞ്ഞ അത്രയും പെരുകുന്നർത്ഥം. അപ്പൊ അവർക്ക് ഒരു യജൂജ് മഅജൂജ് ഉണ്ടായാൽ ആ യജൂജ് മഅജൂജിന് 1000, ഒരാൾക്ക് തന്നെ 1000 മക്കൾ ഉണ്ടാവും പരമ്പര. അങ്ങനെ എത്രയോ അങ്ങോട്ട് പെരുകും. അങ്ങനെയുള്ള ഒരു ടീമാണ് ഈ യജൂജ് മഅജൂജ് എന്ന് പറയുന്നത്. ആ യജൂജ് മഅജൂജിനെ പറ്റിയാണ് പരാതി പറയുന്നത്. ആര്? ഈ പർവ്വതത്തിന്റെ അടുക്കലുള്ള അവര് പരാതി പറയുകയാണ്. മഹാനായ ദുൽഖർനൈനി രാജാവിനോട് പരാതി പറയുന്നു. ആ പരാതി കേട്ടിട്ട് അവിടെ പരിഹാരം കൊടുക്കാൻ പോവുകയാണ് ദുൽഖർനൈനി രാജാവ്. രാജാവേ, യജൂജ് മഅജൂജിനെ കൊണ്ട് ഞങ്ങൾക്കൊരു പരിഹാരം വേണമെന്ന്. അപ്പൊ യജൂജ് മഅജൂജ് ഇപ്പൊ ഉണ്ട് എന്ന് മനസ്സിലായി അല്ലെ? ഖുർആനാണ് പറയുന്നത് യജൂജ് മഅജൂജ് ഉണ്ട്. പക്ഷെ ശാസ്ത്രം അതിനെപ്പറ്റിയൊന്നും പറയുന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു ടീം ഇവിടെ ഉണ്ട്, ആ ടീമിനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഖിയാമത്ത് നാളായാൽ അവർ പുറത്തു വരുന്നൊക്കെ ഖുർആൻ പറഞ്ഞു. അപ്പൊ ശാസ്ത്രം എന്ത് പറഞ്ഞു? യജൂജ് മഅജൂജ് അവരെ കണ്ടെത്തിയൊന്നും ശാസ്ത്രം പറഞ്ഞില്ലല്ലോ. ശാസ്ത്രം കാണാത്ത പലതും ഉണ്ട്. ശാസ്ത്രം ഭൂമിയെ കൈവെള്ളയിലേക്ക് കൊണ്ടുവന്നു നമുക്ക് നമ്മൾ പ്രായോഗികമായിട്ട് എന്താ ഒരു സാങ്കേതികമായിട്ട് നമ്മൾ പറയും, ഒരു ആലങ്കാരികമായി പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന് മുഴുവനായിട്ട് കീഴടക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് തെളിവുകൾ നമുക്കതിന് കാണാൻ പറ്റും. അപ്പൊ യജൂജ് മഅജൂജിനെ എവിടെയാണുള്ളത്, ഇന്ന സ്ഥലത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ യജൂജ് മഅജൂജിന്റെ ഏരിയ കിട്ടുന്നില്ല അല്ലേ? ലോകത്ത് ഭൂമിയുടെ ഏത് ഭാഗം നമ്മൾ സെർച്ച് ചെയ്താൽ, ഇനി കടലിലാണെങ്കിലും, കടലെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പെട്ടതാണല്ലോ, വെള്ളവും കരയും അടങ്ങിയതാണല്ലോ ഭൂമി. ഈ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളെയും നമുക്ക് നമ്മുടെ കയ്യിലുള്ള മൊബൈലിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നുണ്ട് എന്ന് ശാസ്ത്രം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എവിടെ യജൂജ് മഅജൂജിന്റെ ഏരിയ? അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും, ശാസ്ത്രത്തിന് പരിപൂർണതയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒന്നുകൂടെ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2014 മലേഷ്യയിലെ കൊലാലംപൂരിൽ നിന്ന് ചൈനയിലേക്ക് 237 യാത്രക്കാരുമായി പുറപ്പെട്ട വിമാനം എവിടെ പോയി എന്ന് പറയാൻ ഇന്ന് വരെ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. എല്ലാ സംവിധാനങ്ങളും ഉള്ളതാണ് ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റ് എവിടേക്ക് അപ്രത്യക്ഷപ്പെട്ടു എന്ന് ഇന്ന് വരെ ശാസ്ത്രത്തിന് കണ്ടെത്താനായിട്ടില്ല. 3 വർഷം തുടർച്ചയായി തിരച്ചിൽ നടത്തി, ഒരു തെളിവും കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ ശാസ്ത്രം കൈമലർത്തുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇബ്ലീസ്, ശൈത്താൻ എന്നൊക്കെ പറഞ്ഞ വിഭാഗമുണ്ട്, ജിന്ന് അല്ലേ? ഈ ഭൂമിയിൽ പല ഏരിയകളുണ്ട് ജിന്നുകൾ. ഏറ്റവും കൂടുതൽ ഇബ്ലീസ് അവര് താമസിക്കാനുള്ള താവളമാക്കുന്നത് കൂടുതൽ ജലമാണ്. ജലത്തിൽ താമസിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഭൂമിയുടെ 70.8% വെള്ളമാണ്. ഈ വെള്ളത്തിലാണ് അവര് ജീവിക്കാൻ താല്പര്യപ്പെടുന്നത്.
ഒന്നുകൂടെ പറഞ്ഞാൽ 1992 കൈറോയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമുണ്ട്, മുവാജഹത്തുൽ ജിന്ന് എന്ന് പറയുന്ന പേരിലുള്ള ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥം എഴുതിയതാരാണ്? മൻസൂർ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്നവരാണ്, പണ്ഡിതനാണ് ആ ഗ്രന്ഥം എഴുതിയത്. അദ്ദേഹം പറയുന്നു, ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ഏരിയ, അത് സമുദ്രത്തിലെ ഒരു ഭാഗമാണ് ബർമുഡ ട്രയാങ്കിൾ. ആ ബർമുഡ ട്രയാങ്കിളിലാണ് ഹദീസിൽ സിംഹാസനമുണ്ട്, ഇബ്ലീസിന് ശൈത്താന് സിംഹാസനമുണ്ട്, അവരെ കേന്ദ്രമുണ്ട് എന്ന് പറഞ്ഞ കേന്ദ്രം ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന ആ ഏരിയയിലാണ് എന്ന് മുവാജഹത്തുൽ ജിന്ന് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, കൈറോയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ മൻസൂർ അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന പണ്ഡിതൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തുടർന്ന് വന്ന പല എഴുത്തുകാരും അതിന് പിന്തുണ നൽകി. ചിലർ പറഞ്ഞു അത് മാത്രമല്ല, ഫോർമോസ ട്രയാങ്കിൾ എന്ന് പറയുന്ന മറ്റൊരു ദ്വീപും കൂടെയുണ്ട്, അതും ശൈത്താന്മാരുടെ പിശാചുക്കളുടെ കേന്ദ്രമാണ്, സിംഹാസനമുള്ള ഭാഗമാണ് എന്ന്. അപ്പൊ എന്താണ് ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ വിചാരിച്ചോ ബർമുഡ എന്ന് പറഞ്ഞാൽ മറ്റേ ട്രൗസറാ കുട്ടികൾ കളിക്കുമ്പോൾ കിട്ടുന്ന പറ, ആ ബർമുഡ അല്ല. ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഉത്തരരേഖാംശം 25 ഡിഗ്രി മുതൽ 40 ഡിഗ്രി വരെയും പൂർവ്വ അക്ഷാംശം 35 ഡിഗ്രി മുതൽ 85 ഡിഗ്രി വരെയും ത്രികോണാകൃതിയിലുള്ള ഒരു സമുദ്രത്തിലെ ഒരു ഭാഗമാണ് ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിങ്ങനെ ത്രികോണം വരച്ചു വെച്ചിട്ടൊന്നുമില്ല, സാങ്കല്പികമായ ഒരു ത്രികോണാണ്, കടലിലാണ്, ശാന്തമായ ഏരിയയാണ്. കൂടുതൽ ഭാഗമായിട്ട് കൂടുതൽ സമയങ്ങളിൽ ശാന്തമാണ് കടൽ. അങ്ങനെയുള്ള ഏരിയയാണ്. അമേരിക്കയുടെ ഫ്ലോറിഡ തീരത്ത് നിന്ന് തെക്കോട്ട് ക്യൂബ, അതുപോലെ തന്നെ പ്യൂട്ടോറിക്കോ, ബർമുഡ ദ്വീപുകൾക്കിടയിൽ 7,70,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു സാങ്കല്പിക ത്രികോണമാണ് ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ. ബർമുഡ എന്ന് പറഞ്ഞ ദ്വീപുകളുണ്ട്, 300-300-ലധികം വരുന്ന ദ്വീപുകളുണ്ട്. അതിൽ 100 ദ്വീപുകളിലെങ്ങാനും ആൾതാമസമുള്ളൂ. അപ്പൊ അത് ഈ ബർമുഡ ദ്വീപുകളിലേക്ക് ഇതിന്റെ ഒരു ത്രികോണത്തിന്റെ ഒരു കോണ് ഭാഗം ചെന്ന് മുട്ടുന്നത് കൊണ്ടാണ് ബർമുഡ ട്രയാങ്കിൾ എന്നതിന് പേര് വന്നത്. ഇത് സമുദ്രത്തിലുള്ള ഒരു ഭാഗമാണ്. അതുപോലെ തന്നെയാണ് ഫോർമോസ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാലും ചൈനയുടെ തെക്ക് കിഴക്കൻ തീരത്ത് ഉദ്ദേശം 145 കിലോമീറ്റർ അകലെ പസഫിക് മഹാസമുദ്രത്തിൽ 35,961 ചതുരശ്ര വിസ്തീർണമുള്ള ഒരു ദ്വീപാണ് ഈ ഫോർമോസ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ. ഈ രണ്ട് സ്ഥലവും പൈശാചികമായി ശൈത്താൻ ദ്വീപുകൾ എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട്. ഇങ്ങനെ ശൈത്താന്മാരുടെ ഇബ്ലീസിന്റെ സിംഹാസന ഭാഗമെന്ന് ചില കഴിഞ്ഞ പണ്ഡിതന്മാര് ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഇനി ഞാൻ പറയാം, ഈ ഏരിയയിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ കപ്പലുകളും വിമാനങ്ങളും നഷ്ടമായിട്ടുണ്ട്. ശാസ്ത്രത്തിന് ഇന്ന് വരെ അതെവിടെ പോയി എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വായിച്ചു തരാം. 1840 ആഗസ്റ്റ് 27 ആളില്ലാത്ത ഒരു ഉപേക്ഷിച്ച കപ്പല് ഈ ബർമുഡ ട്രയാങ്കിളിൽ കണ്ടെത്താനായി. ആളൊന്നുമില്ല, എവിടുന്ന് വന്നു എന്നറിയില്ല, ഒരു കപ്പൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 1840 ആഗസ്റ്റ് 27. 1854 ബ്രിട്ടീഷുകാരുടെ കപ്പൽ അതുവഴി പോകുമ്പോൾ അപ്രത്യക്ഷമായി, കാണാനില്ല. 1872 മേരി സലീഷ് എന്ന് പറയുന്ന കപ്പൽ, ആളില്ലാത്ത ഒരു കപ്പൽ ഈ ഏരിയയിൽ നിൽക്കുന്നത് കണ്ടു. ആളില്ല, അതിൽ ഒരൊറ്റ ജീവികളുമില്ല, മനുഷ്യനില്ല, ആരുമില്ല. കപ്പലിൽ പോയി പരിശോധന നടത്തിയപ്പോ കോഫി നല്ല കപ്പിൽ ചൂടോടെ ഇരിക്കുന്നുണ്ട്. കുടിച്ചു കഴിഞ്ഞ കപ്പ് ചൂടോടെ അതുമുണ്ട്. അപ്പുറത്ത് കട്ടിലിന്റെ മുകളിൽ കളിപ്പാട്ടങ്ങളുണ്ട്. ഇവിടെ തയ്യൽ മെഷീനിന്റെ മുകളിൽ ഓയിലിന്റെ കുപ്പിയിരിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. കണ്ടാൽ ഇപ്പോഴും ആൾ താമസമുള്ളതുപോലെ, പക്ഷെ കപ്പലിൽ ആരുമില്ല. ഇങ്ങനെ അമേരിക്കയുടെ ഒരു കപ്പൽ, അങ്ങനെ മേരി സലീഷ് എന്ന് പറയുന്ന കപ്പൽ, ആളില്ലാത്ത കപ്പൽ കണ്ടെത്തി. 1880 290 യാത്രക്കാരുമായി ബർമുഡയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെട്ട കപ്പൽ കാണാനില്ല. 1881 1844 ഇങ്ങനെ നിരവധി കപ്പലുകൾ കാണാതായിട്ടുണ്ട്, വിവരമില്ല. 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ
1902 ഒക്ടോബർ 20 ചിലിയിലേക്ക് പുറപ്പെട്ട ജർമ്മൻ കപ്പൽ, ആ കപ്പലും അവിടെ ഉപേക്ഷിക്കപ്പെട്ടതായി കണ്ടു, ആളില്ല. 1909 ഏറ്റവും വിദഗ്ധനായിരുന്ന കപ്പിത്താൻ ഓടിച്ച് നയിച്ച ആ കപ്പലും ട്രയാങ്കിളിലെത്തിയപ്പോൾ അപ്രത്യക്ഷമായി പോയി. 1918 309 യാത്രക്കാരെയും വഹിച്ചു കൊണ്ടുപോയ അമേരിക്കയിലെ ആ ഒരു കപ്പൽ, ആ കപ്പലിനെയും കാണാതായി. ഇങ്ങനെ 1944 വരെ 10ഓളം വരുന്ന കപ്പൽ ഇതുപോലെയുള്ള ദുരിതത്തിൽപ്പെട്ട് കാണാതായി. ഇതിനൊന്നും മറുപടി പറയാനോ തെരഞ്ഞെടുക്കാനോ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഇത് കപ്പലാണ്, വിമാനം. എത്രയോ വിമാനങ്ങൾ പറക്കുന്നുണ്ട്. 1945 ഡിസംബർ 5 US നേവി വിമാനം, ആ വിമാനം കാണാതായി. വിമാനത്തെ അന്വേഷിക്കാൻ വേണ്ടി, രസം അവിടെയാണ്, വിമാനം പോയത് പോയി, ആ വിമാനത്തെ അന്വേഷിക്കാൻ വേറെ നേവിന്റെ വിമാനമാണ് നഷ്ടപ്പെട്ടത്. ഈ ഏരിയയിലൂടെ പറന്നപ്പോ ആ വിമാനത്തെ അന്വേഷിക്കാൻ വേണ്ടി അയച്ച വിമാനങ്ങൾ കാണാതായി. എത്രത്തോളം എന്ന് വെച്ചാൽ 6 വിമാനങ്ങൾ ആ വിമാനം തെരഞ്ഞു പറഞ്ഞയച്ചു. 27 ആൾക്കാരുണ്ടായിരുന്നു 6 വിമാനങ്ങളിൽ. 27 ആളും പോയി, 6 വിമാനവും പോയി, തിരിച്ചിന്നവരെ വന്നിട്ടില്ല. എവിടെ പോയി എന്ന് പറയാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. അത്ഭുതങ്ങളാണ് ഇത്, ശാസ്ത്രത്തിന് മറുപടി പറയാൻ കഴിയാത്തതാണ്. ഒന്നുകൂടെ നിങ്ങൾ നോക്കൂ, 1993 ജനുവരി 4 അപ്രത്യക്ഷമായ കപ്പൽ അന്വേഷിക്കാൻ വേണ്ടി 5 ദിവസത്തോളം തീവ്രമായ തെരച്ചിൽ നടത്തി. യാതൊരു വിവരവുമില്ല. തെരച്ചിലൊക്കെ നടത്തി, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച്, വിവരമില്ല. 1947 ബർമുഡ ട്രയാങ്കിൾ കടക്കാൻ ശ്രമിച്ച 7 നാവിക വിമാനം, നേവിന്റെ വിമാനം തന്നെ 7 വിമാനങ്ങൾ. ഈ നഷ്ടപ്പെട്ടപ്പോ നേവിക്കൊരു പൂതി ഉണ്ടാവില്ല, അപ്പുറം കടന്നു നോക്കാൻ. അങ്ങനെ ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടി നേവിയുടെ നാവിക വിമാനങ്ങൾ 7 എണ്ണം അപ്പുറത്തേക്ക് കടന്നപ്പോൾ 5 എണ്ണം മിസ്സായി, 2 എണ്ണേ രക്ഷപ്പെട്ടുള്ളൂ. ഇതൊക്കെ നടന്ന സംഭവങ്ങളാ. ഇതെങ്ങനെ സംഭവിച്ചു? അതുകൊണ്ടാണ് കഴിഞ്ഞ കാലത്ത് ആ പണ്ഡിതൻ പറഞ്ഞത്, ഇബ്ലീസിന്റെ ശൈത്താൻ ദ്വീപുകൾ എന്ന് പറയുന്ന ശൈത്താന്മാര്, പല പൈലറ്റുമാരും, രക്ഷപ്പെട്ട പല പൈലറ്റുമാരും പറഞ്ഞിട്ടുണ്ട്, ആ യാത്രക്കിടയിൽ ഞങ്ങൾ ഓടിച്ചിരുന്ന ഫ്ലൈറ്റുകൾക്ക് ഒരു ഭാഗത്തെ കാന്തികമായി എന്തോ ഒരു ആകർഷണം വന്ന് ഞങ്ങളെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ചിറകിൽ തീജ്വാലകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മുമ്പിലേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാതെ വന്നിട്ടുണ്ട്. ഫ്ലൈറ്റിന്റെ ഓരോ സൂചകങ്ങൾ നൽകുന്ന മീറ്ററുകളും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറിയതായി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രത്തിന് എന്താന്ന് ഉത്തരം പറയാനൊന്നും. അവിടെ എന്തോ ഒരു ഗാന്ധിക ശക്തി ഉണ്ട് എന്നപ്പോ പറഞ്ഞു. അവിടെ എന്തോ ഒരു ഗാന്ധിക ശക്തി ഉണ്ട്. അവിടെ വലിയ പ്രളയങ്ങളോ മറ്റൊന്നുമില്ല. പൊതുവായ രീതിയിൽ അവിടെ ശാന്തമായ ഏരിയയാണ് ഈ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന സ്ഥലമെന്നാണ് ശാസ്ത്രവും പറയുന്നത്. പക്ഷേ കാണാനില്ല. അതുവഴി ഓടുന്ന വാഹനങ്ങൾ, കപ്പലുകൾ കാണാനില്ല. ഇതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് യജൂജ് മജൂജും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ യജൂജ് മജൂജിന്റെ അടുക്കൽ ആരെത്തി? ചുരുക്കി പറഞ്ഞാൽ മഹാനായ ദുൽഖർനൈനി രാജാവ് എത്തി. ആ ദുൽഖർനൈനി രാജാവിനോട് അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ യജൂജ് മജൂജിൽ നിന്നൊരു രക്ഷ വേണം. അതുകൊണ്ട് ഫഹൽ നജ്അലു ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. ഞങ്ങളിപ്പോൾ അതാ ഈ യജൂജ് മജൂജിന്റെ വലിയ പ്രയാസം ഞങ്ങൾ സഹിക്കുകയാണ്. അതുകൊണ്ട് ദുൽഖർനൈനി രാജാവേ, ഫഹൽ നജ്അലു ലക ഖർജ, നിങ്ങൾക്ക് ഞങ്ങളൊരു ജോലി തരാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സഹായം ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കൂലി തരാം. അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ, ഈ വിഭാഗത്തിന്റെ ഇടയിലും ഞങ്ങൾക്കിടയിലും നല്ല ഒരു വൻമതിൽ നിങ്ങൾ ഉണ്ടാക്കി തരണം. അതിന് ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂലി തരാം. ഉടനെ മഹാനായ ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ ഫഅയ്നൂനി ബിഖുവത്തിൻ നജ്അൽ ബൈനകും വബൈനഹും റദ്മാ. ദുൽഖർനൈനി രാജാവ് പറഞ്ഞു, വേണ്ട. ഖാല മാ മക്കന്നി ഫീഹി റബ്ബി ഖൈറുൻ, നിങ്ങൾ എനിക്ക് നൽകുന്ന കൂലിയേക്കാൾ വലിയത് ഖൈറായത് എന്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൂലിയൊന്നും എനിക്ക് വേണ്ട. എന്റെ റബ്ബ് എനിക്കെല്ലാം സ്വാധീനം നൽകിയിട്ടുണ്ട്, സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കൂലിയൊന്നും എനിക്ക് വേണ്ട.
പിന്നെ വേണ്ടതെന്താണ്? ഫഅഈനൂനി ബിഖുവ്വത്തിൻ അജ്അൽ ബൈനകും വബൈനഹും റദ്മാ. നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങളെല്ലാവരും ആരോഗ്യമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ശക്തി കൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. കുറച്ച് ഹെൽപ്പർമാർ എനിക്ക് ആവശ്യമാണ്. ഒറ്റയ്ക്ക് ഞാൻ ഒരു മതിലുണ്ടാക്കുക എന്ന് കഴിയാത്തത് കൊണ്ടല്ല, കറാമത്ത് കൊണ്ട് കഴിയും. ഔലിയാക്കളാണ് ഇത് ചെയ്യുന്നതും കറാമത്ത് കൊണ്ട് തന്നെയാണ്. അപ്പൊ പറഞ്ഞ കുറച്ച് ഹെൽപ്പർമാർ എനിക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഞങ്ങൾ തരാം. ഉടനെ മഹാനായ ദുൽഖർനൈനി പറഞ്ഞു, ആതൂനി സുബറൽ ഹദീദ്. എന്നാൽ ഇനി വർക്ക് തുടങ്ങാണ്. ആ വലിയ മതിൽ നിർമ്മാണം നടക്കണം. അതിന് കല്ല് വേണം, കല്ലിന്റെ അല്ലെങ്കിൽ കല്ല് പോലെ ഒത്തത് വേണം. മഹാനായ ദുൽഖർനൈനി രാജാവ് പറഞ്ഞു, ആതൂനി സുബറൽ ഹദീദ്, നിങ്ങൾ ഇരുമ്പിന്റെ കഷ്ണങ്ങളെ കൊണ്ടുവരൂ. എനിക്ക് ഇരുമ്പിന്റെ കഷ്ണങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. അല്ല, ഇരുമ്പ് പാളികൾ കൊണ്ടുവരണം. ആ ഇരുമ്പ് പാളികൾ നമ്മൾ പടവിന് ഉപയോഗിക്കുന്നത് പോലെയുള്ള കല്ലിന്റെ കഷ്ണങ്ങളുടെ അത്ര വലിപ്പമുള്ള പാളികളായിരുന്നു എന്ന് തഫ്സീർ ജലാലൈനി പറയുന്നു. അങ്ങനെയുള്ള ഇരുമ്പിന്റെ കഷ്ണങ്ങളെ കൊണ്ടുവന്നു. എന്നിട്ടോ ഹത്താ ഇദാ സാവാ ബൈന സദഫൈനി, രണ്ട് പർവ്വതങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുമാണ് ഈ ഇരുമ്പിന്റെ പാളികളെ നിറയ്ക്കുന്നത്. ആ ഇരുമ്പിന്റെ പാളികളെ നിറച്ച് ആ രണ്ട് പർവ്വതങ്ങൾക്കും സമമായ രീതിയിലെത്തിയപ്പോ മഹാനായ ദുൽഖർനൈനി രാജാവ് ആ അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, ഖാലം ഫുഖൂ ഹത്താ ഇദാ ജഅലഹു നാറാ. എല്ലാവരോടും ഊതാൻ പറഞ്ഞു. നമ്മള് നാട്ടില് തീ കണലിൽ ഊതി കത്തിക്കൂലേ എന്നതുപോലെ മഹാനായ ദുൽഖർനൈനി രാജാവ് ഊതാൻ പറഞ്ഞു. ഇരുമ്പിലേക്ക് എല്ലാവരോടും കൂടിയിട്ട് ഊതാൻ പറഞ്ഞു. എല്ലാവരും ഇന്ന് ഊതാൻ തുടങ്ങി. അങ്ങനെ അത് കത്തി, ഇരുമ്പ് ഊതി കത്തി പഴുപ്പിച്ചു. വലിയ നമ്മൾ ഇരുമ്പ് നല്ലോണം ചൂടാക്കിയ പഴുക്കൂല, അങ്ങനെ പഴുപ്പിച്ചു കൊണ്ടുവന്നു. പഴുപ്പിച്ചു. ആ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ ആ പർവ്വതങ്ങളുടെ ഉയരത്തിന് സമാനമായ രീതിയിൽ ആ ഇരുമ്പിന്റെ പാളികളെ അട്ടിയിട്ട് അതിനെ ഊതി പഴുപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞ് തീയായപ്പോൾ മഹാനായ ദുൽഖർനൈനി രാജാവ് പറഞ്ഞു, ഖാല ആതൂനി ഉഫ്രിഗ് അലൈഹി ഖിത്റാ. ഇനി ചെമ്പുണ്ടല്ലോ, ചെമ്പ്, ആ ചെമ്പ് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ ചെമ്പ് ഉരുക്കിയിട്ട് ആ ഇരുമ്പിന്റെ മുകളിലേക്ക് അങ്ങോട്ട് പറഞ്ഞ് സെറ്റാക്കി. ചുരുക്കി പറഞ്ഞാൽ കല്ലിന് പകരം ഇരുമ്പും മണ്ണിന് പകരം ചെമ്പും. ഈ ചെമ്പ് ഉരുക്കിയിട്ട് ആ പർവ്വതത്തിന്റെ ഈ ഇരുമ്പുകൾ അട്ടിക്ക് വെച്ച ഇരുമ്പിന്റെ പാളികൾ നല്ല ചൂടാക്കി തളച്ചു നിൽക്കുന്ന ഇരുമ്പിന്റെ പാളികളിന് മുകളിലേക്ക് ചെമ്പ് ഉരുക്കിയിട്ട് അങ്ങ് ഒഴിച്ചു. അപ്പൊ എല്ലാ ഗ്യാപ്പും അങ്ങ് ഫില്ലായി അടഞ്ഞു നിന്നു. എന്നിട്ട് മഹാനായ ദുൽഖർനൈനി രാജാവ് പറഞ്ഞു, ഫമസ്താഉ അയ്യൽഹറുഹു വമസ്തതാഉ ലഹു നഖ്ബാ. ഖുർആന്റെ ഒരു പ്രയോഗം നോക്കി നിങ്ങൾ. ഫമസ്താഉ അയ്യൽഹറുഹു വമസ്തതാഉ ലഹു നഖ്ബാ. ഇതിങ്ങനെ നിർമ്മിച്ചു കൊടുത്തിട്ട് മഹാനായ ദുൽഖർനൈനി പറയാണ്, ഇനി ഫമസ്താഉ അയ്യൽഹറുഹു, ഇനി ആ മതില്, നമ്മളിപ്പോ നിർമ്മിച്ച മതിലിന്റെ മുകളിലൂടെ ചാടാനും അവർക്ക് കഴിയില്ല. എന്നാൽ വമസ്തതാഉ ലഹു നഖ്ബാ, ആ മതില് തുരന്നിട്ട് അവർക്ക് വരാനും കഴിയില്ല. അങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇവിടെ ഈ ഖുർആന്റെ ഒരു ശൈലി നോക്കണം കേട്ടോ. ചില എല്ലാ ഇടത്തും ഒരേപോലെ ഓതുന്ന ആളുകളുണ്ടാവും, അത് തെറ്റാണ്. ഒന്നാമത്തേത് ഫമസ്താഉ എന്നാണ്, രണ്ടാമത്തേത് വമസ്തതാഉ. ഒരു താവ് കൂടുതലുണ്ട്. ഇല്ല, ചിലപ്പോ എല്ലാവരും വമസ്തതാഉ സതാഉ എന്ന് പറഞ്ഞു പോകും. അങ്ങനെയല്ല, അവിടെ ആ പ്രയോഗം നോക്കണം നിങ്ങൾ. ഫമസ്താഉ അയ്യൽഹറുഹു, ആ മതിലിന്റെ മുകളിലൂടെ നിങ്ങൾ ഫമസ്താഉ, അതിന്റെ മുകളിലൂടെ നിങ്ങൾക്ക് ചാടാനും കഴിയില്ല. വമസ്തതാഉ ലഹു നഖ്ബാ, അതിനെ മാന്തി തുളച്ച് അതിലൂടെ വരാനും അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി സുരക്ഷിതരാണ്. ഇങ്ങനെ ഒരു മതിൽ നിർമ്മിച്ചു കൊടുത്തു. രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ അവർ വലിയ ഇരുമ്പിനെ ചുട്ട് പൊഴുപ്പിച്ച് ഫില്ലാക്കി അതിന്റെ മുകളിൽ ചെമ്പ് ഉരുക്കിയൊഴിച്ച് അത് അടച്ചു കളഞ്ഞു. എന്നിട്ട് മഹാനായ ദുൽഖർനൈനി രാജാവ് പറഞ്ഞു, ഖാല ഹാദാ,
ഈ കാണിച്ചതെല്ലാം റഹ്മത്തും മിർ റബ്ബി, എന്റെ റബ്ബിൽ നിന്നുള്ള നിഅമത്താണ് കേട്ടോ. ഇത് ഞാനാണ് വലിയ സംഭവമാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. ഹാദാ റഹ്മത്തും മിർ റബ്ബി, ഇതെന്റെ റബ്ബ് എനിക്ക് നൽകിയ വലിയ നിഅമത്താണ്. ഫഇദാ ജാഅ വഅദു റബ്ബി, ഇനി ഒരു നാൾ എന്റെ റബ്ബിന്റെ എന്റെ റബ്ബിന്റെ വാഗ്ദത്തം വരികയാണ്. ഫഇദാ ജാഅ വഅദു റബ്ബി, എന്റെ റബ്ബ് പറഞ്ഞതനുസരിച്ച് എന്റെ റബ്ബിന്റെ ഓർഡർ വന്നു കഴിഞ്ഞാൽ ഈ യജൂജ് മഅജൂജ് പുറത്തു വരും. ജഅലഹു ദക്കാ, ആ യജൂജ് മഅജൂജ് മതില് പൊളിച്ചിട്ട് പുറത്തു വരും കേട്ടോ. അതുകൊണ്ട് ഇനി മേലാല് വരില്ല എന്നും നിങ്ങൾ വിചാരിക്കണ്ട, പിന്നീട് വരാനുണ്ട്. വകാന വഅദു റബ്ബി ഹഖ്ഖാ, എന്റെ റബ്ബ് പറഞ്ഞതാണ്, എന്റെ റബ്ബിന്റെ വാഗ്ദത്തങ്ങളെല്ലാം ഹഖാണ്, അതൊന്നും ഇല്ലാതെയായി പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ അവരെ അടച്ചു നിർത്തിയിട്ടുണ്ട് എങ്കിലും ഇനിയൊരു കാലം വരാനുണ്ട്. ആ കാലത്തിന്റെ റബ്ബിന്റെ ഓർഡർ വരുമ്പോ യജൂജ് മഅജൂജ് മതിലൊക്കെ പൊളിച്ചു വരുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ. മഹാനായ ദുൽഖർനൈനി രാജാവ് പറഞ്ഞു, യജൂജ് മഅജൂജ് ഇനിയും വരും, അത് അല്ലാഹു തആല അവരോട് കൽപ്പന കൊടുക്കുമ്പോൾ വരും. വതറകിനാ ബഅലഹും യൗമഇദിൻ യമൂജു ഫീ ബഅൽ, എന്നാൽ ആ വരുന്ന പുറത്തേക്ക് വരുന്ന ദിവസമുണ്ടല്ലോ, യമൂജു ഫീ ബഅൽ, ആ യജൂജ് മഅജൂജ് അത്രയും വർദ്ധിച്ചിട്ടുണ്ട്, പെരുകി പെരുകി വർദ്ധിച്ച് ഓരോ വ്യക്തികളുടെ മേലിലേക്കും അവരടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് മഹാനായ ദുൽഖർനൈനി രാജാവ് പറഞ്ഞു, അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടാവുക. വനുഫിഖ ഫിസ്സൂരി ഫജമഅനാഹും ജംആ, സൂറെന്ന കാളത്തിൽ ഓതുന്ന സമയത്ത് ഫജമഅനാഹും, എല്ലാവരെയും യൗമൽ ഖിയാമയിൽ ജംഅൻ, ഒരുമിച്ച് കൂട്ടുന്നുണ്ട്. അന്നത്തെ ദിവസം കാഫിരീങ്ങളുടെ അവസ്ഥ പറയുന്നു. വഅറളിനാ ജഹന്നമ യൗമഇദിൻ ലിൽ കാഫിരീന അർളാ, കാഫിരീങ്ങളുടെ മുമ്പിലേക്ക് ആ ജഹന്നമെന്ന നരകത്തെ കൊണ്ടുവന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവരുടെ മുമ്പിൽ നമ്മൾ അതാ ഷോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലദീന കാനത്ത് അയുനുഹും ഫീ ഗിതാഇൻ അൻ ദിക്രി, അവരവരെ കണ്ണുകളെ മൂടിവെച്ചവരാണ്, അഥവാ കാഫിരികൾ കണ്ണുകളെ മൂടിവെച്ചവരാണ്. ഖുർആൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ ഹിദായത്തിലേക്ക് വന്നില്ല. വകാനൂ ലാ യസ്തതിഊന സമആ, അവർക്ക് ഖുർആൻ ഓതി കേൾപ്പിച്ചപ്പോൾ അവർ കേട്ടില്ല. നബിയെ അവർ അംഗീകരിച്ചിട്ടില്ല. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അവർ പെട്ടിട്ടില്ല, വഴിപ്പെട്ടവരായില്ല. അതുകൊണ്ട് തന്നെ വഅറളിനാ ജഹന്നമ യൗമഇദിൻ ലിൽ കാഫിരീന അർളാ, നരകം അവർക്ക് കാണിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇനി ബാക്കി ഭാഗത്ത് നരകത്തെക്കുറിച്ച് ഇനി പറയുന്നുണ്ട്. കുറച്ചു ഭാഗം സ്വർഗത്തെ പറഞ്ഞിട്ടും അവസാനിപ്പിക്കുകയാണ് ഈ സൂറത്തുൽ കഹ്ഫ്. ഇന്ന് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്സും കൂടെ നമുക്ക്, ഒരു ക്ലാസ് കൊണ്ട് ആ ആയത്തുകൾ കൂടെ അവസാനിപ്പിക്കണം. 101 ആയത്തുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. 110 ആയത്തുകളാണ് സൂറത്തുൽ കഹ്ഫിലുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ.